കാറ്റഗറീസ് ഓഫ് ഡ്രീംസ്. എത്ര തരത്തിലുള്ള ഡ്രീംസ് ഉണ്ടെന്ന് ഏകദേശം ഇതിൽ കൂടുതൽ കാണാം. ഏകദേശം ഒരു 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 ക്രമീകരണത്തിൽ പറഞ്ഞാൽ ഹീലിങ്ങിന് വേണ്ടിയുള്ള ഡ്രീംസ് ഉണ്ട്. അപ്പം ചിലർക്കാണെങ്കിൽ ആ ഹീലിംഗ് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവ് ചിലപ്പോൾ ദൂതനെ അയച്ച് തന്നെ സൗഖ്യമാക്കുന്നത് ചിലപ്പം കാണുമായിരിക്കും. ആ സൗഖ്യം ആ സ്വപ്നത്തിൽ തന്നെ സംഭവിച്ചതായ കേസുകളുണ്ട്, എത്ര മാരകമായ രോഗങ്ങളായപ്പോൾ. ഇനി ഫ്ലഷിംഗ് ഡ്രീംസ് ഉണ്ട്. നമ്മുടെ അകത്തിരിക്കുന്ന വേണ്ടാത്ത കാര്യങ്ങളെല്ലാം എടുത്ത് ദൂരെ കളയാൻ തക്കോണം ഡ്രീംസിന് കഴിയുന്നതുണ്ട്. പിന്നെ ഡെസ്റ്റിനി ഡ്രീംസ് ഉണ്ട്. അതായത് സ്തോത്രം, നമ്മുടെ ഡെസ്റ്റിനി എന്താണോ അതിലേക്ക് നമ്മളെ മൂവ് ചെയ്യിക്കുന്ന, ഷേക്ക് ചെയ്യിക്കുന്ന, എങ്ങാണ്ടൊക്കെ കയറി കുരുങ്ങിയിരിക്കുന്നിടത്തുനിന്ന് ഒന്ന് ഷേക്ക് ചെയ്ത് ഒന്ന് തട്ടിക്കുടഞ്ഞ് വെളിയിലോട്ട് കൊണ്ടുവന്ന് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മളെ തള്ളിവിടുന്നത് പോലെ അങ്ങനെയുള്ള ഡ്രീംസ് ഉണ്ട്. തന്നെയല്ല, മറഞ്ഞിരിക്കുന്ന എന്തോ കാര്യങ്ങളുണ്ട്, അത് റിവീൽ ചെയ്യാൻ വേണ്ടി റെവലേറ്ററി ഡ്രീംസ് ഉണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചോ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇനി ഇൻസ്ട്രക്ഷൻ ഡ്രീം ഉണ്ട്. ഏഞ്ചൽസ് വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നത് മുമ്പേ കണ്ടതുപോലെ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുന്നു. യോസഫിനോട് പറഞ്ഞ പോലെ, യോസഫെ ഇപ്പോൾ നീ കുഞ്ഞിനെ എടുത്തോണ്ട് ശിശുവിനെ കൊണ്ട് പൊക്കോ, ഓടിക്കോ എന്ന് പറയുന്നതും ഒക്കെ അങ്ങനെ അങ്ങനെ എക്സെട്ര എക്സെട്ര. ഇങ്ങനെ ദൈവത്തിന് ദൂതന്മാര് വന്ന് സംസാരിക്കുന്നത് ഇൻസ്ട്രക്ഷൻ നൽകുന്നതും. ദെൻ കംസ് കറക്ഷൻ തരുന്നു. എന്തെങ്കിലുമൊക്കെ തെറ്റിലേക്കൂടെ പോകുന്നതെങ്കിൽ ഒരു കറക്ഷൻ ആവശ്യമായിരിക്കുന്നു. കോർണേലിയോസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നു, അവന് ദാനധർമ്മ സ്വർഗത്തെത്തി. പക്ഷേ അവന് വേണ്ടിയത് ഒരു ദൈവശബ്ദം കേട്ടി അവനും കൂടെ ദൈവസ്ഥലത്തിൽ വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ കൊടുത്തത് മാത്രം സ്വർഗത്തിൽ വന്നാൽ പോരാ, അവനും കൂടെ ദൈവത്തിൽ നിത്യത്തിൽ എത്തിച്ചേരണം, കർത്താവിന്റെ അടുക്കൽ വരണം. അതുകൊണ്ട് അവന് ഒരു കറക്ഷൻ കൊടുക്കണം, അതിനുവേണ്ടി അവർ വചനം കേൾക്കണം, അതിനുവേണ്ടി പത്രോസിനെ വിളിച്ചു വരുത്തണം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു. കറക്ഷന് വേണ്ടി, തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ചെയ്യാൻ, വാൺ ചെയ്യാൻ വേണ്ടി, വാണിങ് കൊടുക്കാൻ വേണ്ടി, അങ്ങനെ കൊടുത്ത സംഭവങ്ങളുണ്ട്. നാം അതിലേക്കും ഈ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നെക്സ്റ്റ് വൺ, സ്പിരിച്വൽ വാർഫെയർ ഡ്രീംസ്. ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഫൈറ്റിങ്ങിന്റെ സമയത്താണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഓരോ പ്രത്യേക തരത്തിലുള്ള ജീവജന്തുക്കളൊക്കെ നമ്മുടെ നേരെ ചാടി വരുന്നു, കടിക്കാൻ വരുന്നു, ഇതൊക്കെ കണ്ടുണ്ട്. എനിക്കറിയാം, ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ആത്മീയന്മാരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. സ്തോത്രം. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. എങ്കിലും സ്തോത്രം, ചിലപ്പോൾ ആന കുത്താൻ വരുന്നു, മറ്റേതെങ്കിലുമൊക്കെ വലിയ ഭീകര ജന്തു എന്നെ ചേസ് ചെയ്യുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള അതൊക്കെ ഓരോ സ്പിരിച്വൽ ഫൈറ്റാണ്, വാർഫെയറിന്റെ ടൈമാണ് നിങ്ങളുടേത് എന്ന് കർത്താവ് കാണിച്ചു തരികയാണ്. അത് നിങ്ങൾ ടെറിട്ടോറിയൽ സ്പിരിറ്റ് കൊണ്ടായിരിക്കും ചിലപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില പാരമ്പര്യ ശക്തിയായിരിക്കാം. ഇതൊക്കെ ദൈവം വിവിധ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മോഡാണ്, മെത്തേഡുകളാണ്. അതുകൊണ്ട് അത് വിട്ടുകളയരുത്, വളരെ ഗൗരവമായി അതിനെ ചിന്തിക്കുകയും പ്രാർത്ഥിച്ച് ജയമെടുക്കുകയും വേണം. ഇനി ഇമ്പാർട്ടേഷൻ ഡ്രീംസ്, അല്ലെങ്കിൽ സ്വപ്നത്തിൽ തന്നെ, ഉറക്കത്തിൽ തന്നെ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷനാകുന്നു, നിങ്ങളുടെ മേൽ ദൈവത്തിന് തൈലം ഒഴിക്കുന്നു, അതല്ലെങ്കിൽ എന്താ ഒരു പ്രത്യേക കൈവച്ച് നിങ്ങളെ അനോയിന്റ് ചെയ്ത് മാറ്റി നിർത്തുന്നു ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട്. ഇതൊക്കെ സംഭവിച്ചെന്ന് വരാം. ശലോമോനെ ദൈവം അങ്ങനെ സ്വപ്നത്തിൽ കൂടെ സ്തോത്രം അനുഗ്രഹിച്ച് അവനൊരു ഡ്രീം കൊടുത്തതോടുകൂടിയാണല്ലോ അവന്റെ ബുദ്ധി, അവൻ ജ്ഞാനം വർദ്ധിക്കാനിടയായി തീർന്നത്. അങ്ങനെ ഒരു ഇമ്പാർട്ടേഷന്റെ രംഗം കൂടിയുണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. സെൽഫ് കണ്ടീഷൻ ഡ്രീംസ്, അതായത് നമ്മളിപ്പോൾ എവിടെ ദൈവമായുള്ള ബന്ധത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നമ്മെ തന്നെ ഒന്ന് കാണാൻ, ഒന്ന് അവലോകനം ചെയ്യാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന ഡ്രീംസ് ഉണ്ട്. ഇതെല്ലാം സ്പിരിച്വലായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഡ്രീംസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഫോൾസ് ഡ്രീംസ് ഉണ്ട്. അതായത് നമ്മൾ കുഴപ്പക്കാരൊന്നും അല്ലെങ്കിൽ പോലും ഈ നമ്മുടെ ഫ്ലഷ്ലി ഡിസൈഡ്സിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് സാത്താൻ അതിങ്ങനെ കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ വേറൊരാളിനെ വിവാഹം കഴിക്കുന്നു, ഫോർ എക്സാമ്പിൾ, അങ്ങനെ വേറെ എവിടെയൊക്കെ പോകുന്നു. അങ്ങനെ ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആലോചനയൊന്നുമല്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ഇങ്ങനെ തെറ്റായ ഡ്രീംസിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരും എന്നെ കേട്ടുകൊണ്ടിരിപ്പുണ്ട്. അത് കണ്ട് നിങ്ങൾ ആരോടും പറയാൻ കഴിയാതെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്ററോട് പറയാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിച്ചിരിക്കുകയാണ്. ഹസ്ബൻഡിനോടോ വൈഫിനോടോ പറയാൻ പറ്റത്തില്ല, അത് നിങ്ങൾ പേടിച്ചിരിക്കുകയാണ്. അല്ല, കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റാത്ത വിഷയങ്ങൾ കാണും. എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തോടും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി അതിനൊരു അഴിവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് തരികയാണ്. അത് പിശാച് കൊണ്ടുവന്ന ഡ്രീമാണ്. ദൈവവചനപ്രകാരമല്ലാത്ത നിങ്ങളെ മറ്റൊരു വഴിയിലേക്ക് തള്ളിവിടുന്ന എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യണം. അത് സാത്താന്യമായ
നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, വിശുദ്ധ ജീവിതം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങളൊന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി പിശാച് നിങ്ങളുടെ മാനസിക മണ്ഡലത്തിനകത്തോട്ട് എഴുതി വിട്ട ഒരു അമ്പ് മാത്രമാണ്. അതിനെ ഫലസിക്കണം. സ്തോത്രം. ഓക്കെ, നെക്സ്റ്റ് വൺ, ബോഡി ഡ്രീംസ്. അതായത് കെമിക്കൽ മേക്കപ്പ് ഇൽനെസ്. ഈ പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ 5 മാസമാകുമ്പോൾ തന്നെ ഈ ശിശു വരെയും കുഞ്ഞു വരെയും ഡ്രീംസ് കാണാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഏതായാലും കൊള്ളാം, അത് കുഞ്ഞുങ്ങളെ ബാധിക്കും. ഇത് പരസ്പരം ഒത്തിരി കെമിക്കലായിട്ട് നിങ്ങളുടെ ശരീരത്തിനകത്ത് പ്രയാസങ്ങളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ വ്യത്യാസങ്ങളോ വ്യതിയാനങ്ങളോ ഒക്കെ ഉണ്ടാകും. ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ചിലപ്പോൾ ആ സ്വപ്നത്തിനകത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അതെല്ലാം ദൈവം കാണിക്കുന്നതാണെന്ന് വരുന്നില്ല. അത് കെമിക്കലായിട്ട് വരുന്ന ആ ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. അതുപോലെ തന്നെ മറ്റൊരു ഡ്രീമാണ് 13ാമത്. അത് ദൈവഹിതപ്രകാരമേ അല്ല. ആൽക്കഹോൾ അടിച്ചിട്ട് മദ്യപിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് കിടക്കുമ്പോൾ കാണുന്ന ഓരോ ഹാലൂസിനേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നതായ ഡ്രീംസ് എല്ലാം ദൈവത്തിന്റെ ആണെന്ന് പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ ലോക മനുഷ്യർക്ക് സംഭവിക്കാം. അതൊന്നും വാസ്തവികത ഉള്ള കാര്യം അല്ല. സംശയങ്ങളോ മിസ്ഇന്റർപ്രിട്ടേഷൻസോ ഒക്കെ അതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ കുടുംബ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ 1-2 കാര്യങ്ങളൊന്ന് ഇറങ്ങി ചിന്തിച്ച് മടങ്ങി വരാം. ഡ്രീംസിനെ കുറിച്ച് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നമ്മുടെ മെമ്മറിയിലെ സർക്യൂട്ടിനകത്ത് ന്യൂറോൺസിനകത്ത് ഇങ്ങനെ വന്ന് ഫയർ ചെയ്യുമ്പോൾ സമയത്താണ് ഡ്രീംസ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അവർ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെയുള്ളത് കൊണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ മനുഷ്യരുടെയും ഡ്രീംസിനകത്ത് ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്ന് പറയുന്നത് 2 മണിക്കൂർ രാത്രിയിൽ 3 മുതൽ 6 വരെ ഡ്രീംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. സ്വപ്നങ്ങൾ ഉണ്ടാകും. ഓരോ ഡ്രീമും ഒരു 5 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ചരിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മളൊന്നും അത്രയും വലിയ ദീർഘമുള്ള സ്വപ്നങ്ങൾ കണ്ടില്ലായിരിക്കാം, പക്ഷെ അങ്ങനെ കണ്ടിട്ടുള്ളവരും ഉണ്ട്. ഇനിയും ഡ്രീമിനകത്തെ അല്ലെങ്കിൽ സ്വപ്നത്തിനകത്തെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താ, അതിനകത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലരാണെങ്കിൽ 50% കളറിൽ ആണ് കാണുന്നത്. അതായത് കളർ TV എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറഞ്ഞാൽ കളറിൽ കാണും. വേറെ ഇല്ലാണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും കാണും. അങ്ങനെയും കണ്ട ആൾക്കാരുണ്ട്. 70% സാധാരണ കാര്യങ്ങളെ കുറിച്ച് മാത്രം കാണുന്നവരുണ്ട്. എന്നാൽ 48% ഡ്രീംസ് അത് നിങ്ങൾക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സിന്റെ വ്യക്തികളെ കാണാനും തിരിച്ചറിയാനും അവരുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുമായിരിക്കും. ഇങ്ങനെയുള്ളതായ ഡ്രീംസ് സാധാരണ ഡ്രീംസ് ആണ്. ഈ ഡ്രീംസിനെ കുറിച്ച് ആദ്യം ഇടപെട്ടത്, സംസാരിച്ചത്, പഠിപ്പിച്ചു തുടങ്ങിയത് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഇങ്ങനെയൊക്കെ ആവാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങിയത്. മനുഷ്യന്റെ മനസ്സിന്റെ കുരുക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് അദ്ദേഹം പഠിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഐഡിയയിലാണ് ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ. ലോക മനുഷ്യന്റെ ചിന്താഗതിയിൽ എന്താണ് ഒരു ഡ്രീം എന്ന് പറഞ്ഞത്, അത് കോമൺ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് നമ്മുടെ ഭയങ്കര ഒരു ഡിസയർ, എന്തിനേയും ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇന്നടത്ത് ഇന്ന രാജ്യത്തൊന്ന് പോകണം, ഭയങ്കര ആഗ്രഹമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ രാജ്യത്ത് പോയതായിട്ട് നിങ്ങൾ കാണും. അത് നിങ്ങളുടെ ഡിസയർ എന്ന് മാത്രമേ ഉള്ളൂ. എ ഹോപ്പ് ഫോർ അവർ ഫ്യൂച്ചർ. നമ്മുടെ ഫ്യൂച്ചറിൽ ഇങ്ങനെ ആയിത്തീരണം, അത് ചിലപ്പോൾ കാണും എന്നാണ് ഇവർ പറയുന്നത്. സംതിങ് ദാറ്റ് വി വിഷ് വുഡ് ഹാപ്പൻ. ഇത് സംഭവിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും ഇതാണ് അങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവരുടെ മറ്റൊരു അഭിപ്രായം. An image or vision what you want. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾക്കൊരു വിഷനായി, ദർശനമായിട്ട് കിട്ടിയെന്നിരിക്കാം. അത് നിങ്ങളുടെ ഉള്ളിൽ പൊങ്ങി വന്നു എന്നിരിക്കാം. സംതിങ് ദാറ്റ് മേ സീൻ അൺഅറ്റൈനബിൾ. അതായത് പ്രാപിക്കാൻ അപ്രാപ്യമായ കാര്യം അത് നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ ഡ്രീം നിങ്ങളോട് പറയും. ഈ ഡ്രീംസ് ആൻഡ് വിഷൻസ് ഒക്കെ പറഞ്ഞ കോമൺ ആയിട്ടുള്ളതാണ് ഈ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, അദ്ദേഹം ബ്ലാക്സിന് വേണ്ടി ഒത്തിരി പോരാടിയ ഒരു മനുഷ്യൻ നമുക്കറിയാം. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഐ ഹാവ് എ ഡ്രീം. അദ്ദേഹം കണ്ട സ്വപ്നം എന്ന് പറഞ്ഞത് എന്താണ്? ബ്ലാക്സിനെല്ലാം വൈറ്റ്സിനോട് ചേർന്ന് എല്ലാവരും ഒരുപോലെ മറ്റുള്ളവരോട് തുല്യ പദവി ലഭിക്കുന്ന ഒരു രാജ്യം, ഒരവസ്ഥ അമേരിക്കയിൽ ഉടലെടുക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ ഡ്രീം. അതങ്ങനെ സംഭവിച്ചു. അത് ദൈവം കൊടുത്തൊരു ദർശനമല്ല, ഈ മനുഷ്യൻ കണ്ടൊരു സ്വപ്നവുമല്ല, അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുണ്ടായ ഒരു ഐഡിയയാണ്. അതിനെ നമ്മൾ ഡ്രീം എന്നോ വിഷൻ എന്നോ ഒക്കെ പറയാറുണ്ട്.
ലോക മനുഷ്യൻ. നമ്മളിവിടെ പറയുന്നത് അല്ലെന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞേക്കുന്നത്. മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതായത് ചെല്ലു പറയും എൻ്റെ സ്വപ്നം അതാ, എൻ്റെ സ്വപ്നം അതാ എന്ന് പറയത്തില്ലേ, എൻ്റെ ദർശനം ഇതാണെന്ന് കുറച്ചുകൂടെ ആത്മീയന്മാരായ ആൾക്കാർ പറയും. ഈ ദർശനമെന്നോ ഈ സ്വപ്നമെന്നോ പറഞ്ഞ സാധനം അവർ കണ്ടതല്ല, അവരെ ആരും കാണിച്ചതുമല്ല, അവരുടെ മനസ്സിനകത്ത് ഇങ്ങനെയുള്ളൊരു ഭാരമാണ്. പക്ഷെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തെക്കുറിച്ച് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആമേൻ. നിങ്ങളുടെ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് എന്ന് അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകൾ ഈ സമയത്ത് ആമേൻ അന്വർത്ഥമാണ്. അത് മനസ്സിൽ പിടിക്കണം. സ്തോത്രം. അത് ആത്മീയമായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി. ഉറക്കം കെടുത്തുന്നതാണ് ദർശനം, ഉറക്കത്തിൽ കാണുന്നതല്ല, ഉറക്കം കെടുത്തുന്നതാണ്. ഓക്കെ. ഇനി തിയറീസ് ഓഫ് ഡ്രീംസ്, വിവിധ തരത്തിലുള്ള ഡ്രീംസ് ഉണ്ട്. അതിനകത്ത് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ കാര്യമുണ്ട്, റോസലിൻഡ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞതുകൊണ്ട്, അലൻ ഹോബ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആള് പറഞ്ഞിരിക്കുന്നുണ്ട്. എന്തിനാന്നൊക്കെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡ്രീംസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിനകത്ത് ഇങ്ങനെ വെറുതെ പൊങ്ങി വരുന്നതാണെന്നേ എന്ന് പറയുന്നതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് അങ്ങനെ അല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഒരു ആത്മീയന്റെ സ്വപ്നം, ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ സ്വപ്നത്തിന് വ്യത്യാസമുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. 1900 സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത് മനുഷ്യന്റെ മനസ്സിനകത്ത് ഭയങ്കര സ്ട്രെസ് ഉണ്ടാകും. അപ്പം ഈ എന്തെങ്കിലും ഇത് കിട്ടണമെന്ന് നേടണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹം ഉണ്ടാകും. അതിനകത്തുനിന്ന് ഉരുത്തിരിയുന്നതാണ് സ്വപ്നം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഐഡിയ. ഇനി പിന്നത്തേത് 1993 മറ്റൊരാണ് റോസലിൻഡ് എന്ന ഒരു ലേഡി പറഞ്ഞിരിക്കുന്നത്, ആ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഭാഗത്താണ് മനുഷ്യൻ ഈ ഡ്രീംസ്, സ്വപ്നങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നത്, അത് വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഭയങ്കര പ്രശ്നത്തിനകത്തൂടെ എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് തന്നെ അതിനകത്തൊരു കൺക്ലൂഷൻ, ഇങ്ങനെ ചെയ്താൽ മതി, അത് നിങ്ങൾക്കൊരു സ്വപ്നമായിട്ട് വെളി വരുമെന്നാണ് അവരുടെ അഭിപ്രായം. മറ്റൊരു അഭിപ്രായം നമ്മൾ മുമ്പേ കണ്ടതുപോലെ 1977 രണ്ടുപേരും കൂടി, അലൻ ഹോബ്സൺ ആൻഡ് റോബർട്ട് മക്കേർലി എന്ന് പറയുന്നയാളും കൂടെ ചേർന്ന് കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതുപോലെ ന്യൂറോൺസിന്റെ ഫയറിങ്ങിന് നിമിത്തം ഉണ്ടാകുന്ന കെമിക്കൽ ഒരു ഇലക്ട്രിക്കൽ ഫയറിങ് നിമിത്തം ഉണ്ടാകുന്ന മനുഷ്യന്റെ ബ്രെയിനാണ് ഉണ്ടാകുന്ന വേവ്സിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പം ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നതെന്നാണ് അവരുടെ അഭിപ്രായം. അത് ചെയ്യുന്നത് REM സ്ലീപ്പ് എന്നാണ് അവർ പറയുന്നത്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം. REM സ്ലീപ്പിനെ കുറിച്ച് ഒരു പക്ഷേ മെഡിക്കൽ സൈഡിൽ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനത് പറയാം. സ്തോത്രം. റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്നാണ് ഇതിന്റെ ശരിക്കുമുള്ള പേര്, REM സ്ലീപ്പ് എന്ന് പറഞ്ഞത്. അത് റീഡ് ചെയ്തിരിക്കുന്നത്, വരച്ചിരിക്കുന്നത്, അത് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വരച്ച് വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ വരും. നമ്മുടെ ഹാർട്ടിന്റെ എക്കോ ഗ്രാമൊക്കെ വരയ്ക്കത്തില്ലേ, അത് എന്ന് പറയുന്ന പോലെയാണ് ആ സ്ലീപ്പിനെ വരച്ചു വെച്ചാൽ REM സ്ലീപ്പ് ഇങ്ങനെ ഇരിക്കും എന്നാണ് അവർ പറയുന്നത്. അതായത് പെട്ടെന്ന് കണ്ണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ കണ്ണടച്ചിരിക്കുകയാണ്, പക്ഷെ കണ്ണിമ ഇങ്ങനെ വെട്ടുന്നു ഭയങ്കര സ്പീഡിൽ വെട്ടുന്നു. ഇത് 4th സ്റ്റേജാണ്, നിങ്ങളുടെ ഉറക്കത്തിന്റെ 4ാമത്തെ സ്റ്റേജിലാണ് ഇതുണ്ടാകുന്നത്. ഇത് ചിലപ്പോൾ ചില സെക്കൻഡുകളായിരിക്കും, ചിലപ്പോൾ മിനിറ്റുകളായിരിക്കും. ഈ സമയത്താണ് നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ അർത്ഥം. അത് റാപ്പിഡായി മൂവ്മെന്റിന്റെ സമയത്താണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്നാണ് അവരുടെ. അതിങ്ങനെ ന്യൂറോൺസിനകത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന, ബ്രെയിനിനകത്ത് ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി, ചെറിയൊരു ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ, അതിന്റെ ഫയറിങ് നിമിത്തം ഉണ്ടാകുന്നതാണ് ഈ ഇങ്ങനെയുള്ളതായ സ്വപ്നങ്ങൾ എന്നാണ് അവരുടെ പക്ഷം. എന്നാൽ നമ്മൾ യഥാർത്ഥ പോയിന്റിലേക്ക് വരികയാണ്. ദൈവം നാം മുമ്പേ വായിച്ചതുപോലെ വിഷൻസിനകത്തൂടെയും ഡ്രീംസിനകത്തൂടെയും തൻ്റെ പ്ലാനുകൾ, യോസഫിന്റെ കാര്യം ചിന്തിച്ചു നോക്കിയേ. യോസഫിനെ അല്ലെങ്കിൽ യാക്കോബിനെ ഒരിക്കലും അവർ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമല്ല അവർ കണ്ടത്, അല്ലെ? അബ്രഹാമിനെ അവർ മനസ്സിൽ പോലും പിടിക്കാത്ത കാര്യമാണ്, സ്വപ്നത്തിൽ പോലും കണ്ടില്ലെന്ന് പറയുന്നില്ലേ, അന്ന് പറയുന്നത് പോലുള്ള കാര്യങ്ങളാണ് അവർ സ്വപ്നത്തിൽ കാണാനിടയായത്. സ്തോത്രം. അതിന്റെ അർത്ഥം മനസ്സിനകത്തുണ്ടായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഘർഷത്തിനകത്ത് വന്ന കൺക്ലൂഷനോ വിടുതലിന്റെ മറുപടിയോ സൊല്യൂഷനോ ഒന്നുമല്ല. ലോക മനുഷ്യർക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം ഇതിനകത്തൂടെ ദൈവം തന്നെ ഭക്തന്മാരോട് സംസാരിക്കുന്നു. ഒരിക്കലും നടന്നിട്ടില്ലാത്ത, ഒരിക്കലും നിങ്ങൾ പോയിട്ടില്ലാത്ത, ഒരിക്കലും നിങ്ങൾ കൈവച്ചിട്ടില്ലാത്തൊരു മേഖല തെളിഞ്ഞു വരുന്നു. ഇതിനെക്കുറിച്ചാണ് കർത്താവിന് പറയാനുള്ളത്. അതിനുവേണ്ടിയാണ് നാം ഇവിടെ ചിന്തിക്കുകയും അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനായിട്ട് ഇടയാക്കുന്നത്.
അതുകൊണ്ട് ദൈവം തന്റെ പ്ലാനിനെ ഒരു പ്രത്യേക സമയത്ത് സംഭവിക്കേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മോട് ഇടപെടുന്നു. അത് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ നമ്മളെ കാണിക്കുന്നത്. അത് നമ്മെ ലൈഫ് ചേഞ്ചിങ്ങിന് വേണ്ടിയുള്ളതായിരിക്കും. നമ്മുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റിമറിക്കും. അങ്ങനെ ഒന്ന് കണ്ടാൽ അത് സാധാരണ സ്വപ്നമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ സ്വപ്നങ്ങൾ നിമിത്തം ദൈവം നമ്മളാണെങ്കിൽ അത് എത്ര മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതി തന്നപോലെ തഴിയുക. ഈ വിഷൻസ്, ഡ്രീംസ് എന്ന് പറയുമ്പോൾ അതിന് നിങ്ങളുടെ ഏതാണ്ടൊക്കെ ഒരുപോലാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നത് ഡ്രീംസും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മെഡിറ്റേഷന്റെ സമയത്ത് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്നത് വിഷൻസുമാണ് എന്ന് ആൾക്കാർ പൊതുവെ പറയാറുണ്ട്. ഉറക്കത്തിലും വിഷൻസ് കാണാറുണ്ട്, ഇതൊരു വിഷയം. പൊതുവെ കാണുന്നത് ഇങ്ങനെയാണ്. അത് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ കഴിയും. ഉറക്കത്തിൽ കിടക്കുമ്പോൾ കാണുന്ന ഡ്രീംസ്. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നിങ്ങളുടെ പ്രത്യേക ആത്മീയ അന്തരീക്ഷത്തിലോട്ട് ദൈവം നിങ്ങളെ കൊണ്ടുപോയി ചില കാഴ്ചപ്പാട് കാണിക്കുന്നു. അതാണ് വിഷൻസ് എന്ന് പറയുന്നത്. ആ വിഷൻസിനകത്ത് ദൈവം നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ദൂതൻ നിങ്ങളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ആത്മീയ അന്തരീക്ഷത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നു. അതിനകത്ത് നിങ്ങൾ ഒരു പാർട്ടായിട്ട് തീരുന്നു. വേറൊരു ലോകത്ത് എന്നതുപോലെ അല്ലെങ്കിൽ വേറൊരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയതുപോലെ ഒക്കെ കാണുന്നു. മറ്റാരെയും അവിടെ കാണുന്നില്ല കൂടെ. ഇങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടാകും. പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അനുഭവിച്ചതുപോലെ. ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയോ അനുഭവിക്കാൻ കഴിഞ്ഞില്ല, അവർക്കൊന്നും ഒന്നും അനുഭവിക്കാൻ പറ്റിയില്ല. പക്ഷെ പൗലോസിന് മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, അതെ, യോസഫിനെ അപ്പൻ ഏറ്റവും അധികം സ്നേഹിച്ചു. അവന് കുപ്പായം ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ അവൻ ദർശനങ്ങളെ കണ്ടു, സ്വപ്നങ്ങളെ കണ്ടു. അവന്റെ പേര് സ്വപ്നക്കാരൻ ഇട്ടു. അവന്റെ സഹോദരന്മാർ അവനെ ഏറ്റവും പകച്ചു. പക്ഷെ അവന് ദൈവം കൊടുത്ത സ്വപ്നം അതുപോലെ സംഭവിച്ചു. ദൈവമാണ് ഒരു വിഷന്റെ പുറകിൽ, ഒരു ഡ്രീമിന്റെ പുറകിൽ നിൽക്കുന്നതെങ്കിൽ നോക്കുക, അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കേട്ടതുപോലെ വിഷൻ ഇല്ലെങ്കിൽ ശരിക്കും ആളുകൾ വല്ലാതെ കറങ്ങിപ്പോകും, കൃപയിൽ നിന്ന് വീടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ വാസ്തവത്തിൽ വിഷൻസിനകത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടു, ആമേൻ, സ്തോത്രം, വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. 29:18 സ്തോത്രം. അപ്പോൾ മര്യാദ വിട്ട് ദൈവകൃപയില്ലാതെ നടക്കാൻ കാരണം വിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊരു പിടിയില്ല. ഇതിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം രാജാക്കന്മാരുൾപ്പെടെ സാധാരണക്കാരുൾപ്പെടെ ഒക്കെ സംസാരിക്കാറുണ്ട്. ഒരിക്കൽ ഒരു രാജാവ് പ്രാർത്ഥിച്ചതാണ് നെബൂഖദ്നേസർ. അവന്റെ ഹൃദയത്തിനകത്ത് വലിയൊരു ആകാംക്ഷ ഉണ്ടായി. ഇനി എന്താ ഇനിയും എനിക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നത്? അവനോട് ദൈവം സംസാരിച്ചത് ഇതാ നാം അറിയുന്നത് പോലെ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലെ ദർശനമായിരുന്നു, ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിന് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരുന്നു. അവൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ് അവൻ കണ്ടത്. ആമേൻ. അതിനെക്കുറിച്ച് അവൻ മറന്നും പോയി. പക്ഷെ എങ്ങനെയാണ്, എന്തോ കണ്ടു, അത് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ആ നിർബന്ധത്തിനിടയിൽ ദാനിയേലിനെ കൊണ്ടുവന്നു. അവൻ അസ്വപ്നവും അതിന് വ്യാഖ്യാനവും പറയുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് ചരിത്രം അറിയാതെ നമുക്കറിയാം. പിന്നീട് ദാനിയേൽ തന്നെ സ്വപ്നം കണ്ടു, വിഷൻസ് കണ്ടു. ആ ഡ്രീംസ് ആൻഡ് വിഷൻസിനകത്ത് അവന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് കണ്ടത്. ദാനിയേൽ കണ്ടത് 4 പ്രത്യേക ഘോര മൃഗങ്ങളെ കണ്ടു. ആ ഘോര മൃഗങ്ങളുടെ സ്വഭാവം താൻ കണ്ടു. ആ മൃഗങ്ങളൊന്നും സാധാരണ മൃഗങ്ങളായിരുന്നില്ല. അത് പിൽക്കാലത്ത് വരാൻ പോകുന്ന 4 പ്രധാനപ്പെട്ട രാജവംശങ്ങളെയാണ്, അല്ലെങ്കിൽ കിങ്ഡത്തെയാണ് കാണാൻ കഴിഞ്ഞത്. അതിന്റെ എക്സ്പ്ലനേഷൻ ദൈവം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സംഭവിച്ചു. സ്തോത്രം. ലോകരാജ്യങ്ങളുടെ രാജാക്കന്മാർ, പ്രധാനപ്പെട്ട ചില കിങ്ഡംസ് കടന്നു വരുന്നതിനെ കുറിച്ചാണ് താൻ കാണാനിടയായിരുന്നത്. അതുകൊണ്ട് മാത്രം നിന്നില്ല, താൻ വീണ്ടും മുന്നോട്ട് പോയി. കർത്താവ് മടങ്ങി വരുന്നതിന് അനേകം വിശുദ്ധന്മാരുമായി കർത്താവ് മടങ്ങി വരുന്നതിനെ കുറിച്ച് വരെയും താൻ കാണാനിടയായി തീർന്നു. തൻ്റെ ഡ്രീംസ് ആൻഡ് വിഷൻസ് അങ്ങ് ഓപ്പണായി. നിത്യതയിൽ സംഭവിക്കാൻ പോകുന്ന ഇറ്റേണൽ ജഡ്ജ്മെന്റ് വരെ, ഫൈനൽ ജഡ്ജ്മെന്റ് വരെ തനിക്ക് കാണാൻ കഴിയും. പ്രിയരെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളോട് ദൈവത്തിന് സംസാരിക്കാൻ എന്തുകൊണ്ട് ഇന്നിവിടെ ഈ ഇൻട്രൊഡക്ഷൻ പാട്ടിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇത് അന്ത്യനിമിഷമാകയാൽ ദൈവത്തിൽ നമ്മോട് സംസാരിക്കാനായിട്ടുണ്ട്. ദൈവം പറയുന്നു, എല്ലാവരോടും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഏത് പ്രായക്കാരായാലും സാരമില്ല, പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, അതിൽ പ്രശ്നമില്ല, ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിനുവേണ്ടി കേൾക്കാൻ ചെവി ഉണ്ടെങ്കിൽ ദൈവം സംസാരിക്കും. പ്രോഫസി, ഡ്രീംസ് ആൻഡ് വിഷൻസ് എന്ന് പറയുന്ന ഈ 3 കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഡ്രീംസ് ഉണ്ടെങ്കിൽ, വിഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫസിയിലേക്ക് നീങ്ങാൻ മൂവ് ചെയ്യാൻ എളുപ്പമാണ്.
കാരണം ഒന്ന് രണ്ടെണ്ണം ഒരു വാതിലുകൾ തുറന്നു കഴിഞ്ഞു ഓൾറെഡി. സ്തോത്രം. ഇത് സാധാരണ സ്വപ്നമല്ല, എന്തൊക്കെ കാണുന്ന നമ്മൾ പറയുന്ന പേക്കിനാവുകളല്ല, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു പ്രത്യേക മതയാണ്. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ഔട്ട് പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവം കൂടെ ഉണ്ടാകും. ഇത് എൻഡ് ടൈംസിൽ എല്ലാവർക്കും കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹോളി സ്പിരിറ്റ് വന്നു കഴിയുമ്പോൾ ഇത് ഓൾറെഡി ഓപ്പൺ ആകും. ആമേൻ. സ്തോത്രം. ഓപ്പറേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കാണെങ്കിൽ പോലും, നിങ്ങൾ ഹോളി സ്പിരിറ്റിനെ പ്രാപിച്ചില്ലെങ്കിൽ പോലും നിങ്ങളൊരു ദൈവവേദനാണെന്ന് ഉള്ളത് കൊണ്ട് ആമേൻ, ഡ്രീംസ് ഓപ്പൺ ആയി വരും. സ്തോത്രം. നെക്സ്റ്റ് നിങ്ങൾക്ക് വിഷൻസ് ഓപ്പൺ ആയി വരും. സ്തോത്രം. വിഷൻസ് കൃപാവരങ്ങളുടെ ബന്ധത്തിലാണ് ഓപ്പൺ ആയി വരാൻ പോകുന്നത്. നെക്സ്റ്റ് അടുത്ത തലമാണ് പ്രോഫസി. സ്തോത്രം. അതിലേക്ക് എല്ലാവരും വരണമെന്നില്ല, പക്ഷേ അതിലേക്കുള്ള പടിപടിയായിട്ട് ഇത് വാതിലുകൾ ഓപ്പൺ ആകാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി എല്ലാവരും ഡ്രീംസ് ആൻഡ് വിഷൻസ് കാണണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ദൈവകുഞ്ഞുങ്ങളും, സ്തോത്രം, നിങ്ങളുടെ സഭയിൽ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആമേൻ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾക്കായി ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവെ, അത് എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ സഭയിൽ നടക്കാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ച് ദൈവം എന്നോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ, ആമേൻ, ഡിസംബർ 31 കഴിഞ്ഞ് ജനുവരി 1 അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ 31 നൈറ്റ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു കാഴ്ചപ്പാട് കാണിക്കുകയാണ്. ഞാൻ ഉറക്കത്തിലാണ്, പക്ഷെ ഞാൻ കാണുകയാണ് ആകാശത്ത് നിന്ന് ഒരു ഫ്ലാഗ് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഞാൻ ഇങ്ങനെ സമുദ്രത്തിന് തീരത്ത് നിൽക്കുന്നു, ഒരു ഫ്ലാഗ് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ആ ഫ്ലാഗിൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ എംബ്ലമാണ് അതിലുള്ളത്. അവരുടെ ഫ്ലാഗ് ആണ് ഇറങ്ങി വരുന്നത്. ആ ഫ്ലാഗ് ഇങ്ങനെ ഇറങ്ങി വന്നു. ഞാൻ ഇവിടെ ഉള്ള പലരോടും ഞാനത് ഷെയർ ചെയ്യാനിടയായിരുന്നു. ആ കണ്ട കാഴ്ച എനിക്കത് മനസ്സിലായില്ല ആദ്യം. ആ ഫ്ലാഗ് ഇങ്ങനെ ഇറങ്ങി വരുന്നു ആകാശത്ത് നിന്ന്, വന്നിട്ട് സമുദ്രത്തെ, ഓഷനെ ടച്ച് ചെയ്തു. തൊട്ട നിമിഷം തന്നെ വെള്ളം മുഴുവനും കാണാതായി. ഒരു തുള്ളി വെള്ളം പോലും പിന്നെ സമുദ്രത്തിലില്ല. പിന്നെ കാണുന്നതെല്ലാം ഘോരമായ ഉയർന്നു നിൽക്കുന്ന, ഏതാണ്ട് ഭീകര രൂപികളെ പോലെ നിൽക്കുന്ന പർവ്വതങ്ങളെയാണ് ഞാൻ കാണുന്നത്. അതുങ്ങൾക്കെല്ലാം ജീവൻ വെച്ചതുപോലെ എനിക്ക് തോന്നുന്നു. അതെല്ലാം മനുഷ്യന്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴാൻ റെഡിയായിട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പലരോടും വന്ന് ഷെയർ ചെയ്തതിന്റെ മീനിങ് എന്താ, അവർ പലരും പല രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത്, മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടത്തക്കവണ്ണം, സ്തോത്രം, ഇസ്രായേലിന്റെ മേൽ ഒരു പ്രവർത്തനം ഉണ്ടാകുന്നു. ആ ഇസ്രായേൽ വന്ന് അതിനെ ടച്ച് ചെയ്യുന്നു, മനുഷ്യന്റെ സമാധാനം പോകുന്നു. സ്തോത്രം. ലോക രാജ്യങ്ങളെ ബാധിക്കുന്നു. ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പട്ടാളക്കാരൊക്കെ ഇങ്ങനെ തോക്കിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ആ സ്വന്തം നാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് ദൈവമക്കൾ പ്രാർത്ഥിച്ച് അതിനെ പ്രാപിക്കുകയും അതിനെന്താണ് അർത്ഥമെന്ന് ചോദിച്ചാൽ കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യും. ഇങ്ങനെ ഒത്തിരി ദൈവസഭയ്ക്കകത്ത് വിശ്വാസികളില്, ദൈവദാസന്മാരില് കർത്താവ് അത് ഇമ്പാർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ചില പ്രവൃത്തികൾ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രി നല്ല വിശ്വാസത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില ഇമ്പാർട്ടേഷൻസ് ആ വിഷയത്തിന്മേൽ വ്യാപരിച്ചു തുടങ്ങിയാണ്.